ഹായ്, ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചൊരു അടിപൊളി സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കിതുണ്ടാക്കാൻ വേണ്ടി ബോൺലെസ് ചിക്കൻ വേണം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് പുഴുങ്ങി വെച്ച പൊട്ടറ്റോ ആണ്. പുഴുങ്ങി തൊലി കളഞ്ഞ 3 പൊട്ടറ്റോ. പിന്നെ നമുക്ക് കുറച്ച് സവാള കൊത്തി അരിഞ്ഞത് വേണം. പിന്നെ ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പോലെയല്ല, ഒരു ക്രഷ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. മുഴുവൻ ചിക്കൻ പീസും ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചു. പാൻ ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരൽപ്പം മുളക് പൊടി. പൊടികൾ നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കോൺഫ്ലവർ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നമ്മൾ പല ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ സൂപ്പർ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.